ഈശോയ്ക്ക് സ്വീകരിക്കും. സ്തുതിയായിരിക്കും. എവിടെ ഔസേപ്പേ പണി? ചെട്ടിയാരെവിടെ? ഓ, നമ്മുടെ ചെട്ടിയാരുടെ വീട്ടിൽ. അതെ അച്ഛൻ. എന്നാൽ ശരി, കാണാം. ഓ ആയിക്കോട്ടെ. നമുക്കേ ഔസേപ്പിൻ്റെ വീട്ടിലോട്ടൊന്ന് കയറിയേക്കാം. ഓ ആയിക്കോട്ടെ. ആ, മോനെ ചായ കുടിച്ചിട്ട് പോയി കുളിക്ക്. ദേമേ കൊച്ചച്ഛൻ ഇങ്ങോട്ടാട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അന്നമ്മോ എവിടെയാ? 1-2 ദിവസമായല്ലോ പള്ളി കണ്ടിട്ട്. ഒക്കെ പറയാച്ചോ. വാ കയറി വന്നാട്ടെ. പാടോ, എന്തുണ്ട് മോനെ വിശേഷം? അച്ചോ സാറയ്ക്ക് വയ്യായിരിക്കായിരുന്നു. വന്നാട്ടെ അച്ചോ. എഡ്വിനെ പള്ളിയിലും കാണുന്നില്ല, സൺഡേ സ്കൂളിലും കാണുന്നില്ല. കുഴപ്പമല്ലേ? ഇവിടോട്ട് ഇരിയച്ചാ. കപ്പിയാർ അങ്ങോട്ടിരുന്നാ. ഓ, അതുകൊണ്ടാണ് അന്നാമ്മ ഇപ്പം പള്ളിയിലേക്ക് കാണാത്തല്ലേ? അതുകൊണ്ടാണ് അച്ഛാ 2 ദിവസമായിട്ട് പള്ളിയിലോട്ട് വരാൻ പറ്റുന്നില്ല. ചായ. സാറയ്ക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. സ്ഥിരം ഒരേ ഡോക്ടറെ തന്നെയല്ലേ കാണിക്കുന്നത്? ഓ എഡ്വിൻ, സൺഡേ സ്കൂൾ മറക്കണ്ട, വരണം കേട്ടോ. വരാച്ചോ. ഉഴപ്പരുത്. അച്ചോ നമുക്ക് പോയാലോ? എഡ്വിനെ വിടാൻ മറക്കണ്ട കേട്ടോ. ശരി അച്ഛാ. ശരി, വരണം കേട്ടോ. അമ്മച്ചി, ഞാൻ കൊച്ചിന്റെ പള്ളി പോയിക്കോട്ടെ? പോയിക്കോ മോനെ. ഔസേപ്പേട്ടോ, മോന്റെ ആദ്യ കുർബാന എന്തായി? അടുത്ത മാസം നടത്താമെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതിപ്പോ കാര്യമായിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ. അത് പറയാനുണ്ടോ? ഇടവക്കാരെല്ലാം വിളിച്ചുകൂടി നല്ല ഗംഭീരമായിട്ട് നടത്താനായിരിക്കും. അച്ഛനെല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഔസേപ്പേട്ടോ, ആ കുട്ടപ്പൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. എന്തോ കച്ചവടത്തിന്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തോ? ഔസേപ്പേ, എവിടായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ പോയായിരുന്നല്ലോ. പണിയൊക്കെ എങ്ങനെ പോകുന്നടാ? പണിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ വന്ന കാര്യം പറ. എടാ അതെ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? എന്തോ? നമ്മൾ ഇട്ടിച്ചമ്മനാടി നാട്ടിൽ വന്നിട്ടുണ്ട്. ഏത്? നമ്മുടെ ഇട്ടിച്ചനോ? എടാ പിന്നെ മുതലാളി ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്.
എന്താ കാര്യം? ഔസേപ്പെ തന്നെ അറിയാമല്ലോ, റബ്ബറിന് വില കുറവാണെന്ന്. നമ്മൾ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങാടിയിൽ കൊടുത്തെന്ന് പറഞ്ഞാലും ലാഭം ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇട്ടിച്ച മകളെ പറഞ്ഞിട്ടുണ്ട് റബ്ബർ എക്സ്പോർട്ടിൽ താല്പര്യമുണ്ടെന്ന്. ഇന്നലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഔസേപ്പെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റബ്ബർ ഷീറ്റ് അല്ല ഇട്ടിച്ച മുതൽ ഒറ്റ വിലയ്ക്ക് എടുത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ വില ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും. എന്താ നമ്മൾ ഉറപ്പിക്കട്ടെ. ചേട്ടാ, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ മാതിരി കച്ചവടമായിട്ട് വീട്ടിലേക്ക് വരണ്ടാകും. അന്ന് എൻ്റെ വീടും പറമ്പുമായിരുന്നല്ലോ. ഇതിപ്പോൾ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കാര്യം ശരിയാ, എനിക്ക് കിട്ടുന്ന വില കുറവാണ്. പക്ഷേ എനിക്ക് ആ കച്ചവടം വേണ്ട. അങ്ങാടിയിലെ പപ്പേട്ടനുമായി പണ്ട് തൊട്ടുള്ളൊരു ബന്ധമാണ്. ഇനി വില അല്പം കുറവാണെങ്കിൽ ഷീറ്റെല്ലാം ഞാൻ അവിടെ തന്നെ കൊടുക്കും. പപ്പേട്ടൻ്റെ കാര്യം അറിയാലോ, പിള്ളേരെല്ലാം ഇട്ടേച്ച് പോയി. എങ്കിലും അന്നാമച്ചെടുത്ത് നന്നായിട്ടാണ് നോക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കച്ചവടം കൊണ്ട് അവർ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വേറൊന്നും തോന്നരുത്. ഇപ്പം പോകുന്ന പോലെ നമുക്ക് പോട്ടെ. അതിന് കുട്ടപ്പച്ചേട്ട ഇതിനെ കണ്ണൂരിട്ടി പിടിപ്പിക്കും. കച്ചവടം വേണ്ടെന്ന് ഔസേപ്പേട്ട പറഞ്ഞല്ലേ, ഇനി പോവാലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മറക്കാതെ എല്ലാ ദിവസവും സൺഡേ സ്കൂളിൽ വരണം കേട്ടോ. നല്ലോണം പഠിക്കണം. പറഞ്ഞു കേട്ടല്ലോ. ശരി അച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. മോനെ അപ്പച്ചനും അമ്മയ്ക്ക് സ്തുതി കൊടുത്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മോനെ രാത്രിയിൽ നീ ഇപ്പം എവിടെ പോകും? ദേ ഞാൻ ബുക്കും കൊണ്ട് ഉമ്മറത്തുണ്ട്. സാറാ, ഞങ്ങൾ വെളിയിൽ കാണുവേ. ഞാൻ മോൻ്റെ അടുത്തുണ്ട് കേട്ടോ. നീ എന്തോ നീ കാണിക്കുന്നേ മോനെ? ഇതെന്തോ കുത്തി വരയ്ക്കുന്നേ? നമുക്ക് നല്ലൊരു പടം വരയ്ക്കാം മോനെ, വരയ്ക്കാം. വേണ്ട, ഈ കളർ വേണ്ട. നല്ല കളർ മോനെ. എനിക്ക് ആ കളർ ഇഷ്ടമല്ല, ഇത് മതി. എന്ന് അതെടുത്ത് വെച്ച് വരയ്ക്കാം കേട്ടോ. നല്ല പടം, നല്ല പടം വരയ്ക്കണേ. രണ്ടാളിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണോ? അമ്മച്ചി, അത്താഴം റെഡി ആയിട്ടുണ്ട് കേട്ടോ, വന്ന് കഴിക്ക്. ആ വരുമോ മോളെ? ഡാ ഡാ വന്ന് കഴിക്കാൻ നോക്ക്, കളി മതിയാക്ക്. മോനെ അമ്മ വിളിക്കുന്നു, വാ നമുക്ക് കഴിക്കാൻ പോ. വാ പോ. കൊണ്ട ഞാൻ വെക്കാം. ആ, ഞാൻ കൊണ്ടുപോവാം. അച്ചാറ് മതി കേട്ടോ. ഇത്തിരി ഉപ്പിട്. ആ തരാം. കുറച്ച് മതി. ആ മതി. എന്താ ഉപ്പധികം കഴിക്കണ്ട, കൂടുതലായാലേ പ്രശ്ന. കുറച്ച് കുടിച്ചാൽ മതി. അമ്മച്ചി, ഇച്ചിരി ഇഞ്ചി എടുക്കട്ടെ. കുറച്ചിട്ടാ മതി മോളെ. ഇഞ്ചിയാ? അതെന്തുവാ? ആ മതി മതി. എനിക്കും കുറച്ച്. ആ മതി മതി. അവന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച്. എടാ മോനെ കളയാതെ കഴി. ഇച്ചായ, ആ പണിക്ക് കൊണ്ടുപോകുന്ന കൂടയിലേ ഒരു കുപ്പി ഉണ്ടല്ലോ, അതെടുക്കല്ലേ? ഉഗ്രം വിഷ, നമ്മുടെ റബ്ബറിനടിക്കാനുള്ള മരുന്നാ. ചെറുക്കനൊക്കെ ഉള്ളതാ, എടുത്ത് മാറ്റി വെച്ചേക്കണേ. ഞാൻ എടുക്കത്തൊന്നുമില്ല. കഞ്ഞി എടുക്കട്ടെ കുറച്ച്. നാളെ എനിക്ക് പണിയുണ്ടോടാ? ആ ഉണ്ടോ. ഇച്ചിരി വെള്ളം. നാളെ ഒരു പുതിയ വീട്ടില. ഡാ വെള്ളം കുടിക്കാതെ കഴിച്ചേ. ഇന്ന് അച്ചാറുകൊണ്ട് കളിപ്പിച്ച്, നാളെ ബിരിയാണി വേണം അല്ലേ? നാളെ ഉറപ്പായിട്ട് വാങ്ങിച്ചു തരും. കുഴപ്പമില്ലല്ലോ. ഇച്ചായന് നാളെ പണിയുണ്ടോ? ചെട്ടിയാരുടെ വീട്ടിലെ പണി കഴിഞ്ഞു, നാളെ പുതിയ പണി തുടങ്ങുക. കുളിരായ
നീ നമ്മുടെ കപ്പേരെ കണ്ടായിരുന്നു? ഇല്ലടാ. എന്താ? പള്ളിക്ക് പുതിയൊരു ഫുട്ബോൾ ടീം ആണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഏർപ്പാടാ. അന്വേഷിച്ചപ്പോൾ കപ്പേര് നമ്മുടെ കാര്യം പറഞ്ഞു. അങ്ങനെ കപ്പേര് വെച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. നിന്നെ ക്യാപ്റ്റനാക്കാനാ തീരുമാനം. എന്നെയോ? ആ, നീയല്ലേ നമ്മുടെ കൂട്ടി നല്ലോണം കളിക്കുന്നത്. നീ സമയത്ത് നമുക്ക് പുതിയൊരു ടീമാണ്, പുതിയ ജേഴ്സി, ഷൂസ്, അടിപൊളിയായിരിക്കും. ആടാ, കേട്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. എന്നാലും ഒരെന്നാലും ഇല്ല. നീ കളി കഴിഞ്ഞിട്ട് ആ കപ്പേരെ ചെന്ന് ആ ഔസേപ്പ് എന്തിയേ? ആ അവൻ രാവിലെ പോയി കാണും. നിങ്ങളെങ്ങോട്ടാ? പ്രസിഡന്റിന്റെ വീട്ടിലോട്ടാ. ആ ആ ഇനി എനിക്ക് പള്ളി പോകണ്ടമ്മേ. എന്താ മോനെ? എനിക്ക് പള്ളി പോകാൻ ഇഷ്ടമല്ല. എന്ത് പറ്റി? ആ സാറാ ഔസേപ്പ് പോയോ? ആ പോയി അമ്മച്ചി. മോനെ കരച്ചിൽ നിർത്തി. മോന് പള്ളി പോവാൻ മടിയായിട്ടല്ലേ പോവാത്തെ? നീ കരച്ചിൽ നിർത്തിയ അമ്മ കഴിക്കാൻ എടുത്തു തരാം. വാ മോൻ കരയാതെ. സാറാ, റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണം. ശരി. ഔസേപ്പേ ഇങ്ങോട്ടാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, സാറുടെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയതാ. ഞാൻ ആ വഴിക്കാം. കയറും. സാറയ്ക്ക് കുറവൊന്നുമില്ല? ഇല്ല ചോ, കുറേ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലാതിരുന്നതാ. 2 ദിവസമായിട്ട് നല്ല തലവേദനയും ക്ഷീണം. നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു? ആ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആ. ഡോക്ടർ ആൻസി. ആണോ? ആൻസി കുര്യൻ. അച്ചോ, പൈസയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പൈസയുടെ കാശിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വിളിച്ച് പറഞ്ഞോളാം ശരി കേട്ടോ. അച്ചോ. ആ ശരി. അതെന്ത് പറ്റി? ആ ഇവളൊന്നും മിണ്ടുന്നില്ല. ആണോ? അല്ല, ഇയാൾക്ക് ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് വല്ലതും അറിയാവോ? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, പാവം. എടിയേ, എന്ത് പറ്റി? ഇപ്പം താൻ ക്ലാസ്സിനൊന്നും വന്നു പോകുന്ന കാണുന്നില്ല. എന്ത് പറ്റി? എന്താണ് കപ്പിയാരെ ഒരു വർത്താനം? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഈ കൊച്ചിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് നാളായി ക്ലാസ്സിനൊന്നും വരുന്നില്ലേ ഉള്ളൂ. നിങ്ങളെ സൺഡേ സ്കൂളിലും കാണുന്നില്ല, പള്ളിക്കോറിലും കാണുന്നില്ല. എന്ത് പറ്റി? എന്താ കാര്യം? ഈ കൊച്ചിനൊരു കൗൺസിലിംഗ് വേണോ? എന്നാ ഈ വരുന്ന ഞായറാഴ്ച ആ. കുർബാന കഴിഞ്ഞ് പള്ളിമടയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. പറയാം. ഇച്ചായ വെള്ളം ഒന്ന് ഇതാ കുടിക്കി. ഇച്ചായ ഇവരെല്ലാം എവിടെ പോവോ? എല്ലാവരും കൂടെ അങ്ങോട്ടാ പോന്നെ? നമ്മുടെ ഗീവർഗീസിന്റെ മോളെ വിഷം കഴിച്ചെന്ന്. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്ന് പോവാം. നമ്മുടെ കിഴക്കലെ ഗീവർഗീസ് ആ അത് തന്നെ. ഇച്ചായ നമ്മൾ കൂടി വേണ്ട വരണം. വേണ്ട വേണ്ട, അച്ഛൻ പോയിട്ട് വരും കേട്ടോ.
പോയിട്ട് എന്നാലും രേഷ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ആ കൊച്ചിന്റെ വിധി അല്ലാണ്ട് എന്താ പറയാ. എന്നാലും അവരുടെ ഒരു കാര്യേ എത്ര നേർച്ചയും വഴിപാടും ചെയ്തിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായേ. കഷ്ടമായിപ്പോയി. എന്നാലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതെ അതെ. അല്ലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കണ്ടേ? അത് ശരിയാ. ഡാ അത് മുഴുവനും തീർക്കരുത്, വൈകിട്ട് അത്താഴം കഴിക്കാനുള്ളതാ. ആ മോളെ കാപ്പിക്ക് മധുരം കുറച്ചിട്ടാ മതി കേട്ടാ. ആ അവസ്ഥ നിനക്കൊന്നും പണിയില്ലായിരുന്നോ? ഓ പണി ഇനി അടുത്ത ദിവസമുള്ളൂ. അതും നമ്മുടെ പള്ളിയിലാണ്. നിനക്ക് മധുരം ഇത് മതിയല്ലോ. ആ മതി. ഒന്നെങ്കിൽ പ്രേമം അല്ലെങ്കിൽ മറ്റേത്. ആ അതെ അതെ, കർത്താവിന് നിരക്കഥ പറയാതെ എൻ്റെ കുട്ടപ്പൻ ചേട്ടാ. ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു, പണ്ട് രമേശൻ്റെ മോടെ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവസാനം? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അല്ലെങ്കിലും കാര്യം പറയുമ്പോൾ ഇങ്ങനെ. ആ അതെ അതെ, എന്തോ മാനസിക പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് പോയതാ. ഇതുവരെ പേരുദോഷം കേൾപ്പിക്കാറ് കൊച്ചാ. ഇതെന്താ ഇപ്പം ഇങ്ങനെ തോന്നുന്നത്? അമ്മച്ചി പെട്ടെന്ന് വാ. വാ പോവാ മച്ചി. പോ മോളെ. പോമിച്ചി. കുർബാന തുടങ്ങാറേ കാണും. അച്ഛൻ ഇന്ന് അച്ഛനെ ഒന്ന് കാണണം. അമ്മച്ചി വേഗം നടക്ക്. ആ വരിക മോനെ. ഒന്ന് വേഗം വായിച്ചേ. ഒന്ന് പെട്ടെന്ന് വാ. കുർബാന തുടങ്ങാൻ സമയമായി. വിശ്വാസത്തിന്റെ സമൂഹമേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അരുൾ ചെയ്യുന്നതെന്നാൽ വ്യഭിചാരം ചെയ്യരുതെന്ന് അരുൾ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കുന്നതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളെ വ്യഭിചാരം ചെയ്തു പോയി. വലത് കണ്ണ് നിന്നെ പാപമംഗലമാക്കുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നത് തന്നെയാണ്. കർത്താവ് പിതാവിനും പുത്രനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഇച്ചായനിന്ന് താമസിച്ചല്ലേ വരുള്ളൂ. ആ പള്ളിയെ കുറച്ച് പണിയുണ്ട്. പിന്നെ പള്ളി കമ്മിറ്റിയും കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഞാനേ കല്ലറ വരെ പോയിട്ട് വന്നേക്കാം. ശരി അമ്മച്ചി. വരുന്നേ. എന്തോടി? അതെ, ഞാൻ കൊച്ചിനെ പള്ളിയിൽ അച്ഛനൊന്ന് കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വന്നേക്കാം. കുറച്ച് നേരത്തെ വരണേ. സർക്കാരിന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന 2 വിഭാഗമാണ്. ഒന്ന് ചാരായവും മറ്റല്ലറ ചില്ലറ കാര്യങ്ങളും. ട്രഷറിയിലേക്ക് വൻതുക കിസ്തടച്ച അബ്കാരികൾക്ക് കിട്ടുന്നതോ നാട്ടിൽ 4-3-7 തെങ്ങും പനയും. അതിന്റെ 7 ഇരട്ടിയാണ് ഇവന്മാർ കള്ളിൽ നിന്നുണ്ടാക്കുന്നത്. ഇങ്ങനെ പോയാലേ കൈ കെട്ടി നോക്കിക്കാൻ ഒക്കത്തില്ല. കല്ലുവാതിക്കലെ മദ്യവൃത്തം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. ഇവിടെ ഒരു മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാം എല്ലാം ഒന്നിച്ചു നിൽക്കണം. നിർത്തണ്ടടാ, നടക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞും കേട്ടും തന്നെ ഈ അവറാച്ചൻ ഇവിടം വരെ എത്തിയത്. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അതിപ്പോ ഏത് കർത്താവ് വിചാരിച്ചാലും ഏത് കത്തനാര് വിചാരിച്ചാലും. അല്ല, നിങ്ങൾ ഈ നാട്ടിലെ വീരപുരുഷനല്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് തന്നെ എന്റെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി? അങ്ങനെ ഒരു പള്ളി കമ്മിറ്റി അവറാച്ച മുതലാളി ഒതുക്കാമെന്ന് വിചാരിക്കണ്ട. ആഹാ, അവറാച്ച മുതലാളി, ഇതൊരു പള്ളിക്കാൻ പറ്റിയാന്ന് ഓർമ്മ വേണം. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ഈ മാന്യതയൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ കൂലിപ്പണിയെടുത്ത് റബ്ബറും വെട്ടി നടക്കുന്ന ആൾക്കാർ നേരെ ചെല്ലുന്ന കുഴിയിലേക്കല്ല, പാവം പിടിച്ച വീട്ടമ്മമാരുടെ അടുക്കളയിലേക്കാണ്. ഇനി പാങ്ങോട്ടുപാറയിലെ ഒരു കുടുംബത്തിലും വ്യാജക്കള്ളിൽ വില്ലനാകാൻ പാടില്ല. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. സ്വപ്നങ്ങൾ ടാക്സ് ഫ്രീ ആണ് ഔസേപ്പേ, അതുകൊണ്ട് കാണാം. ഷാപ്പ് വിഷയത്തിൽ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം സമദൂരം പാലിക്കാനാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇക്കാര്യത്തിൽ പള്ളി പറയുന്ന തീരുമാനം എന്റെ മനസാക്ഷി പറയുന്നതാണ്. അല്ലച്ചോ, ഈ പാങ്ങോട്ട് പാറയിലെ ഷാപ്പുകൾക്ക് വില പറയാൻ പറ്റിയ ഒരവനെയും ഇന്നാട്ടിൽ ഒരവളും ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഉണ്ടോ? മറ്റവളല്ല, പ്ലാപ്പറമ്പിൽ മാത്തു സക്കറിയുടെ ഭാര്യ അന്നമ്മ, എന്റെ അമ്മ. ആ ചോര ദേഹത്തുള്ളിടത്തോളം കാലം പാങ്ങോട്ട് പാറയിലെ മറ്റവനെ പിടിച്ചു കെട്ടാനും എനിക്ക് പറ്റും. അച്ചോ, സിനിമാ സ്റ്റൈൽ ഡയലോഗ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. കാര്യം ശരിയാ, ലോഹയോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. പക്ഷെ അത് നിങ്ങളുടെ ദേഹത്ത് കിടക്കുമ്പോ ഒരുമാതിരി കൊല്ലാനും വളർത്താനും പറ്റിയാലത്തെ ഇന്നാട്ടിലെ എരണം കെട്ട മാടുകളുണ്ടല്ലോ,
അതിനെ കാണുമ്പോൾ പിന്നെ ചോരയുടെ ഒരു ബലം അതുള്ളിടത്തോളം കാലം. അവറോച്ച, ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല, പക്ഷേ ഈ തിരുവസ്ത്രം അതിനനുവദിക്കുന്നില്ല. ഒരു കാര്യം ഓർത്തു, എൻ്റെ മനസാക്ഷി പറയുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഈ പള്ളി കമ്മിറ്റി തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ചിലതൊക്കെ ഇവിടെ നടക്കും. വാടാ. അല്ല പിന്നെ ആ അതുകൊണ്ടല്ലേ എനിക്ക് ഇന്നലെ പള്ളി കമ്മിറ്റിക്ക് വരാൻ പറ്റാതെ പോയത്. എന്തായാലും അവറാച്ചൻ കാണിച്ച് മോശമായിപ്പോയി. ആ കമ്മിറ്റി കയറി വന്ന് അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് തോന്നുന്നുണ്ടോ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല? അതെ അതെ, സഭാംഗങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നിന്നാൽ ചിലപ്പോൾ നടന്നു എന്ന് വരും. പക്ഷേ അതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. അച്ഛൻ മേലും പറഞ്ഞു. എന്താ ഷാപ്പിന്റെ കാര്യമാണോ? ആ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ പുള്ളിയുടെ ഈ പൂത്ത കാശ, പിന്നെ മേളിലെ അതിനെന്താ, ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. എന്നാലും എന്താ അവസ്ഥ, പിന്നെ പേടിയുണ്ടോ? പേടിയൊന്നും ഉണ്ടായിട്ടില്ല, കുടുംബം കൊച്ചൊക്കെ ഉള്ളതല്ലേ. ആ രണ്ടുപേരും കൂടി അവറാച്ചൻ മുതലുള്ള ഷാപ്പ് പൊട്ടിക്കാനുള്ള പദ്ധതിയുമായി ഇറങ്ങിയതായിരിക്കും. നിങ്ങളുടെ പദ്ധതി ഒന്നും നടപടിയാകാൻ പോണില്ല. അത് ഞങ്ങളല്ലല്ലോ, പള്ളി കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. ഈ പള്ളി കമ്മിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റും ഔസേപ്പും മാത്രമുള്ളതല്ലോ, ഇടവകക്കാരും കൂടി ചേരുന്നതാ. ആ പോ, ആ ചെല്ലു പോ. നീ ഇങ്ങോട്ട് വാ. ഇവനൊക്കെ ഈ നാട്ടിലെ പ്രശ്നക്കാരൻ, പറഞ്ഞത് കേട്ടില്ലേ? ആ നമുക്ക് നോക്കാം. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഫിലിസ്തർ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒടുങ്ങാത്ത വിരോധം നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഫിലിസ്തീർക്കെതിരായി ഞാൻ കരമുയർത്തും. ക്രേത്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്നവർ അറിയും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഫിലിസ്തീർ പ്രതികാരം ചെയ്യുന്നു. ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്യുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഫിലിസ്തീർക്കെതിരായി ഞാൻ കരമുയർത്തും. ക്രൈത്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. അമ്മേ, ഞാൻ സച്ചിനിട്ട് കളിക്കാൻ പോവാ. അപ്പൻ എന്തിയാ മോനെ? അമ്മേ, ദേ കപ്പിയാര് വന്നേക്കുന്നു. എവിടെ പോവാ? കളിക്കാൻ പോകുവോ? ആ കപ്പ്യാരോ, എന്നാ മോനെ നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ശരി അമ്മച്ചി. പള്ളിന്ന് അച്ഛൻ പറഞ്ഞിട്ട് വന്നാ ഔസേപ്പിനോട് പള്ളിയിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. കൊന്തമാസമൊക്കെ ഇല്ലയോ, പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. ഇവിടുത്തെ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാതെ? കംപ്ലൈന്റ് ആണോ? ഫോൺ കേടാ, അതുകൊണ്ടാ. ഔസേപ്പേ മോനെ, നിന്നെ ദേ കപ്പ്യാര് വിളിക്കുന്നു. മോളെ സാറാ, ഒരു ഗ്ലാസ് കാപ്പിയും എടുത്തോ. എന്നാ വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നു. പള്ളിയിൽ അച്ഛനുണ്ടായിരുന്നോ? ആ ഉണ്ട്. ഓ, ചായ കുടിച്ചായിരുന്നോ? ആ ചായ കുടിച്ചു. എവിടെ മീറ്റിംഗ്? ഇവിടെ അടുത്താ. ആ എന്താ വിശേഷം? ഇരിക്കുന്നോ? ഇല്ലില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഞാനങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഷീറ്റ് അടിക്കാനുണ്ടായിരുന്നേ, ഇന്നലെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂടിങ് എടുത്തേ. ശരി. ഞാനോട് വരായിരുന്നു, മീറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ. അവർക്കൊരു സഹായമായേനെ. ഓ സാരമില്ല. അപ്പുറത്ത് തുമ്മിച്ച് പറഞ്ഞ ബംഗാളികളെ വിളിക്കണം. വിളിക്കാം. എന്നാൽ നമുക്ക് അതുവഴി പോകാം. ആ പോയിട്ട് വരാമേ. ശരി. മോളെ സാറേ, ഞാൻ ഒരുങ്ങിയില്ലേ? എന്നാൽ ഞാനും കൂടി മീറ്റിങ്ങിന് പോയിട്ട് വരാം. ശരി ശരി അമ്മച്ചി. ആ ഷീറ്റൊക്കെ വെളിയിൽ കിടക്കാം മോളെ, അതൊന്ന് എടുത്തു വെച്ചേ. ശരി. ഇവന്മാരെല്ലാം കൂടിയാ. നീ ഒന്നും മിണ്ടണ്ട കേട്ടോ. ഒരച്ഛനുണ്ട്, ഒരച്ഛനുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
ഇച്ചായന്റെ പള്ളിയിലേക്കൊന്നും പറഞ്ഞിറങ്ങി. ആണല്ലേ? അച്ഛൻ വാ, കയറിയിരിക്കും. വേണ്ട സാറാ, ഞാൻ വന്നത് ഈ വർഷത്തെ പെരുന്നാളിന് പള്ളി കമ്മിറ്റി അൾത്താര ബാലകനായി എഡ്വിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വിവരം ഔസേപ്പിനോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെയോ? സാറാ, ഔസേപ്പിന് ഇന്ന് എവിടാ ജോലി? ഇച്ചായനിന്ന് പള്ളിയിലാ പണി. ഞാൻ ജോസഫിന്റെ വീട്ടിൽ കയറിയപ്പോൾ ആ കാര്യം മറന്നുപോയി. എന്നാ ശരി, എന്തായാലും സാറാ ഔസേപ്പ് വരുമ്പോൾ ഈ കാര്യം ഒന്ന് പറഞ്ഞു. പറയാ. ശരി. ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഇവനാണ് എംബാപ്പെ. അത് ശരിയാ. നാലാമതാ. അല്ല, മൂന്നാമതാ. എടാ, ഇന്നാരും വന്നില്ലല്ലോ. ഓരോ പരിപാടി. ഞാൻ പോവാടാ. ആരും വന്നില്ല. നമസ്കാരം കപ്പയാരെ. കപ്പ്യാരോ? ഇതിവിടെ തരാൻ പറഞ്ഞു പള്ളിന്നാ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ്യാര് വാ, ഒരു കട്ട്. വേണ്ടാന്നേ, പോകുന്ന വഴിക്ക് പ്രസിഡന്റ് വീട്ടിൽ. ആയിക്കോട്ടെ കപ്പ്യാരെ. ആ കോപ്പിലെ അച്ഛൻ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് 3 ഉപഷാപ്പാകാൻ മാച്ച ഒറ്റ അടിക്ക് പൊട്ടിച്ച്. എടോ, തന്നോട് ഇത് ആദ്യമായിട്ടൊന്നും അല്ലോ. പണ്ടങ്ങാണ്ട് എവിടെയോ 2 കഞ്ചാവ് വെറ്റ് മേടിച്ചിട്ട് തന്റെ തോട്ടം കത്തിച്ചു. ഇന്നിപ്പൊ തന്റെ ഷാമ്പു. ഈ കള്ളും കഞ്ചാവും സ്പിരിറ്റും ഒക്കെ വിറ്റ് തന്നെ ഈ അവറാച്ചൻ ഇവിടം വരെ എത്തി. ഒപ്പം താനും. പിന്നെ ശുദ്ധമായ കള്ള് എവിടെ ഇരിക്കുന്നു? അതുകൊണ്ടല്ലേ നമ്മൾ ഈ പണി ചെയ്യുന്നത്. അച്ഛൻ സ്ട്രോങ്ങാ, പിന്നെ കൊറോണ ഉണ്ട്. അച്ഛൻ സ്ട്രോങ് ആകട്ടോ. അച്ഛൻ സ്ട്രോങ് ആയാൽ തന്റെ കള്ളും കഞ്ചാവും എല്ലാം കട്ടപ്പോകാം. സ്ട്രോങ് ആവട്ടോ, നമുക്ക് നോക്കാം. അച്ഛന് അമ്മ എന്തുമാത്രം ഇഷ്ടം? മോനെ എത്ര ഇഷ്ടമാണ് അത്രയും തന്നെ അമ്മയെ ഇഷ്ടം. അപ്പൊ അമ്മയ്ക്കോ? അമ്മയ്ക്കും അത്ര തന്നെ ഇഷ്ടമാണ്. ശരിയാക്കുടി ഓടി പിഴച്ചവിടെ. ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ. എന്താണോ മൊത്തം? ഇതെന്റെ വീട്, ഇതെന്റെ ഭാര്യ, ഞാൻ എന്റെ വീട്ടിൽ ഇഷ്ടമുള്ള ചെയ്യും. നീ ഇഷ്ടമുള്ള ചെയ്തോ, പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നുള്ളൂ അച്ഛോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിരിക്കും അച്ഛാ. എന്നിട്ട് എങ്ങനെ നടന്ന് കാണിക്കുന്നത്? ഓട്ടടിയല്ല, എന്നിട്ട് അതിന് ഡോക്ടർമാരുടെ പേര് ലിവർ സിറോസിസ്. എന്നിട്ടാണോ മത്തായി ഇങ്ങനെ കുടിക്കുന്നത്? അച്ഛോ, എനിക്ക് നിർത്തണമെന്നുണ്ട് അച്ഛോ, പറ്റുന്നില്ല അച്ഛോ. അയ്യോ,
ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. നീങ്ങ് വാ, ശല്യം ചെയ്യണ്ട, വാ. മോനെന്തി? അവൻ ഉറങ്ങിയോ? അവൻ അമ്മച്ചിയുടെ കൂടെ കിടക്കാൻ പോയി. നിസ്വാർത്ഥമേ ഇൻമുറിപ്പാടുകൾ തിരുക്കൈകളാൽ കഴുകിയിടുന്നു. എൻ ജീവനെ നിനക്കായി മാത്രം നൽകിയിടുന്നു.
ചൂലിവിടെ ഇട്ടിട്ട് സാറ എവിടെ പോയി? പകുതി മുറ്റം തൂത്തിട്ടുള്ളല്ലോ. സാറ എന്തേടാ? അത് പിന്നെ മുറ്റം അടിക്കുമ്പോൾ അവിടെ നിന്ന് തലയുറ്റി വീണു. അവക്കെന്തേലും ഓ പറ്റി? കുഴപ്പമൊന്നുമില്ല, അകത്ത് കിടപ്പുണ്ട്. ധൃതി വെച്ച് എവിടെ പോവാ? ഞാൻ ആ തോമാച്ചൻ്റെ കടയിൽ നിന്ന് പോയച്ചു. ആ ശരി. മോളെ സാറാ, എന്തു പറ്റി? ആ അമ്മച്ചി. വേണ്ട, എണീക്കണ്ട. കിടന്നോ കിടന്നോ കിടന്നോ, എണീക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. മരുന്നിന് വല്ലതും പോണോ? ഏയ് വേറെ അസ്വസ്ഥത വല്ലതും ഉണ്ടോ? ഇല്ല അമ്മച്ചി, എനിക്ക് രാവിലെ തുടങ്ങിയ മനംപുരട്ടിലും ഛർദിലുവോ. ആ സാറാ ഇപ്പൊ എങ്ങനെയുണ്ട്? നീ കിടന്നോ? എന്നാ ഞാൻ അടുക്കളയിട്ട് പോട്ടെ. ആ ശരി അമ്മച്ചി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആണോ? കപ്പ ബിരിയാണി കിട്ടിയില്ല, മസാല ദോശ കിട്ടി. കുഴപ്പമില്ല. എന്നാ കഴിക്കേ. ആ കുറച്ച്. നിനക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. പച്ചമാങ്ങ മേടിച്ചോണ്ട് വരാൻ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അത് കുഴപ്പമില്ല, നമുക്ക് നാളെ മേടിക്കാം. ഇപ്പൊ നീ കിടന്നോ കേട്ടോ. മോനെങ്ങോട്ടാ? കളിക്കാൻ പോവാ. സൂക്ഷിച്ചു പോണേ. ആ ഇതാർക്കാ? ഇതെന്റെ സാറാമോക്കാടാ പൊളിക്കുന്നത്. നീ ഇത് കളിക്കാൻ പോകുന്നില്ലേ? കളിക്കാൻ പോയായിരുന്നു. ആ പോയോ? നല്ല രുചിയുണ്ട്. നീ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കേ. മഴ വരുന്നു, ഞാൻ പോയി തുണി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ആ ശരി. മോൻ കഴിച്ചോ? ആ കഴിച്ചു. അമ്മച്ചി എന്തി? അമ്മച്ചിതേ മഴ വരുന്നുണ്ട്, തുണി എടുക്കാൻ പോയിരിക്കേ. ബാക്കി മോൻ കഴിച്ചോ? മോനെ, അമ്മയ്ക്കൊരു തലവേന പോലെ. അമ്മ കുറച്ചേരം പോയിന്ന് കിടക്കട്ടെ. മോൻ ഇതൊന്ന് നോക്കണേ. അമ്മച്ചി വരുമ്പത്തേനൊന്ന് ഏൽപ്പിച്ചേര്. ശരി. അമ്മേ! എന്താ മോനെ? അമ്മേ! എന്തു പറ്റി മോനെ? മോളെ സാറേ, സാറേ, അയ്യോ എന്റെ മോള്. അയ്യോ. കുരിച്ചു, കൊടിമരത്തിന്റെ മുകളിലുള്ള കുരിശായ ക്ലാവ് പിടിച്ചിരിക്കുക. കുരിച്ച, പെരുന്നാളിന് മുമ്പ് അത് ശരിയാക്കണം. ശരി അച്ഛാ. അച്ഛോ, അച്ഛോ, എന്റെ മോനെ കാണുന്നില്ല അച്ഛാ. അവൻ ഇന്നലെ രാത്രിയിലും വന്നില്ല, വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. രാത്രി കൂടി അവനെ ഞാൻ കണ്ടതാണല്ലോ. വീട്ടിൽ വന്നില്ലല്ലോ അവൻ. എന്റെ കാര്യം പോട്ടെ, ഇവന്റെ കാര്യം എങ്ങനെയാ? ഞാൻ എത്ര നാളത്തേക്ക് അച്ഛാ ഇനി? സാറ മരിച്ചു പോയതിന്റെ വിഷമത്തിലായിരിക്കും അവൻ പോയത്. അന്നമ്മ ധൈര്യമായിട്ടില്ലേ, ഞാൻ അവനെ പറഞ്ഞു. എന്ന് ശരി. മോന് നാളെ സ്കൂളിൽ പോവാന്നല്ലേ പറഞ്ഞേ? മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അസുഖമൊക്കെ മാറും, സാരമില്ല കേട്ടോ. ഡോക്ടറും പറഞ്ഞല്ലോ അപ്പനെ കുറിച്ച്. അപ്പൻ എവിടെ പോയതാ? അപ്പം വരും മോനെ. മോന്റെ അസുഖമൊക്കെ മാറി മോൻ മിടുക്കനാകുമ്പോഴത്തേക്ക് അപ്പനിങ്ങ് വരും കേട്ടോ. മോനെ അമ്മച്ചില്ലേടാ? വീട്ടിൽ ചെന്നിട്ട് നമുക്കൊരു ആവി പിടിക്കാം കേട്ടോ. പെട്ടെന്ന് വാ. എവിടെ പോയാ ചേട്ടത്തി? മോന് പനി, ഡോക്ടറെ കാണിക്കാൻ പോയതാ. കൂടെ പള്ളിയിലും ഒന്ന് കയറി. ഔസേപ്പിന്റെ വിവരം വല്ലതും ഉണ്ടോ? തിരക്കാവുന്നിടത്ത് എല്ലാം തിരക്കി. എന്ത് ചെയ്യാനാ? അവൻ അവളെ ജീവനായിരുന്നു. അവന്റെ മനസ്സിന് കട്ടിയില്ല, അവന് താങ്ങാൻ പറ്റി കാണില്ല. പോലീസ് എന്നാ പറഞ്ഞു? അവരന്വേഷിക്കുന്നുണ്ട്.
എൻ്റെ മോൻ വരും വർക്കി. എനിക്കിപ്പോൾ ആകെയുള്ളൊരു വിഷമം ഇവനെക്കുറിച്ചാണ്. എല്ലാവരും ഇട്ടേച്ച് പോയപ്പോൾ ഇവൻ ഒറ്റയ്ക്കായി. എൻ്റെ ഒരു ആഗ്രഹം ഇവനെ ഒരു കരയ്ക്ക് എത്തിക്കും വരേക്കും ആയുസ് കിട്ടിയാൽ മതിയായിരുന്നു. ആ, നല്ലവരോടൊപ്പം എന്നും കർത്താവ് കാണും ചേട്ടത്തി. അമ്മച്ചി, എല്ലാ അമ്മമാരും ഒരേപോലെയാണോ? സംശയം എന്താ? മക്കൾ എന്നാ എല്ലാ അമ്മമാർക്കും ഒരുപോലെ തന്നെയാ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ അമ്മമാര് മക്കളെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? മക്കൾ നല്ലതായിട്ട് വളരാൻ വേണ്ടിയാ. വാ. നീ എങ്ങോട്ടാ വച്ചേ? ഞാൻ പള്ളിയിൽ പോവാ അമ്മച്ചി. മോനെ സൂക്ഷിച്ചു പോണേ മോനെ. ആ. ആരിത്? എഡ്വിൻ മോനോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. കപ്പിയാരേട്ടാ, അച്ഛനുണ്ടോ അവിടെ? അച്ഛൻ മേടലുണ്ട് മോനെ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഓ ശരി. എഡ്വിനെ, അച്ഛനെ കണ്ടായിരുന്നോ? ആ, അച്ഛനെ കണ്ടായിരുന്നു. ഞാൻ പോവാ. ഓ ശരി. എന്നാ കമ്മിറ്റിക്ക് എല്ലാവരും എത്തി. അച്ഛൻ എന്തിയേ? അച്ഛൻ ഇതുവരെ വന്നില്ലേ? ഇല്ല. അച്ഛൻ മേടലുണ്ട്. വിളിക്ക്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അച്ചോ, അച്ചോ, നല്ല ഉറക്കമാണല്ലോ. അച്ചോ, 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 അച്ചോ. നിങ്ങളിൽ ആരാ ആദ്യം ബോഡി കണ്ടത്? കപ്പേരാണ് സാർ. അതെ സാർ. എന്നിട്ട് അങ്ങേരെന്തി? സാർ, ഞാൻ കപ്പേരെ വിളിച്ചോണ്ട് വരാം. ഞാനിവിടുത്തെ കമ്മിറ്റി അംഗമാ. ഇന്ന് കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നാ. ഈ അച്ഛൻ എങ്ങനെയാ? ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണോ? അങ്ങനെ ഒരു അസുഖമുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഇവിടെ അച്ഛനുള്ള ഫുഡും മറ്റു കാര്യങ്ങളും നോക്കുന്നവരാ? എല്ലാം കപ്പേരാണ് സാർ. ഓഹോ, അപ്പം കപ്പേരാണല്ലോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? അതെ സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, ഞാൻ ഒരു വട്ടം കൂടി വരും കേട്ടോ. ശരി. ആ കപ്പേര് വരുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം കേട്ടോ. ശരി സാർ. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തേക്ക്. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? ഇന്നലെ കൂടി ഞാൻ കപ്പിയാരെ കണ്ടാണോ? ആർക്കറിയാം. ആ സെക്രട്ടറി, കപ്പിയാരെ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, അവിടെ എല്ലാം നോക്കി. കപ്പിയാർ വന്നാൽ ഉടനെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറയാം. ഞാൻ ഇറങ്ങാം. ആ ശരി. എന്ത് സംശയം? പള്ളിമേടയിൽ വെച്ചെന്തോ ഈശോവോ അച്ഛനുമായിട്ടുണ്ടായി കപ്പിയാരെന്ന ഒരു ശ്രുതി.
ക്ലോസ് ആണല്ലോ, പിന്നെ എന്തുണ്ടായി? എന്തോ എനിക്ക് നേരെ ഒട്ട് കാണുന്നില്ല. താനിതൊന്നും ആരോടും പറയാൻ നിൽക്കുമൊന്നും വേണ്ട. പോലീസുകാർ വന്നിട്ടുണ്ടല്ലോ. ആ, അവര് കാര്യങ്ങൾ നോക്കുകയുള്ളൂ. താനെ ഒന്നും നോക്കണ്ട. എനിക്ക് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാ പെടുത്തിയേ എന്നാ പെടുത്തിയേ എന്നാ പെടുത്തിയേ എന്നാ പെടുത്തിയേ എന്നാ കപ്പ്യാരെ, എന്താ കാര്യം? എന്താ ഓടിപ്പടിച്ചു വന്നേ? എന്റെ മോനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ എന്നാ പെടുത്തി അതൊന്നുമല്ല. ഞാൻ നമ്മുടെ എഡ്വിനെ ഒന്ന് കാണാൻ വന്നാ. ഒന്ന് വിളിച്ചേ. എഡ്വിനെ, മോനെ ഇങ്ങോട്ട് വന്നേ. ആണ്ടെ കപ്പ്യാര് വിളിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. വാ. കപ്പ്യാരെ, കൊച്ചിനെ കൂടെ ഇങ്ങോട്ട്. ഒന്നുമില്ല ചേട്ടത്തി, അതോ ഞങ്ങളിവിടെ ഉണ്ട്. നീ ഇതിനാണ് അച്ഛൻ കാണാൻ വന്നേ? സത്യം പറയടാ, ഇതിനാണ് അച്ഛൻ കാണാൻ വന്നേ? ചെയ്തേക്കാം. കപ്പ്യാര് നാളെയും കൂടെ അവിടെ ഇല്ല. പിന്നെ വേറെ ആരും അറിയരുത്. ഏയ്, ഇത് കർത്താവ് പോലും അറിയത്തില്ല. എഡ്വിൻ, സൺഡേ സ്കൂൾ മറക്കണ്ട, കൃത്യമായി വരണം. വരാച്ചോ. അന്നാമോ, എഡ്വിനെ വിടാൻ മറക്കണ്ട. ഇവിടെ വന്നിരുന്ന് നേരം വെളുപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പതിവാക്കിയിട്ടുണ്ടല്ലോ. ഔസേപ്പേ, സാറ മരിച്ച വീടാ. അവിടെ നിന്റെ മോനും അമ്മയും ഒറ്റയ്ക്ക്. നിന്റെ മുഖം വാടിക്കണ്ട, അവൾക്ക് സഹിക്കോടാ. ഇല്ല, ഒരിക്കലും ഇല്ല. അതുപോലെ അവനും അമ്മയ്ക്കും. നീ സന്തോഷത്തോടെ ഓടിച്ചാടി കുടുംബം നടത്തുന്നത് കാണാനാ അവർക്ക് താല്പര്യം. അതല്ലേ അവർക്ക് സന്തോഷം. ആ, ഇറങ്ങി നമുക്കങ്ങോട്ട് പോവാം. ആ,
കയറി. സാറേ, ഔസേപ്പിനെ സാറിന് അറിയാമല്ലോ. ഈയിടയ്ക്ക് പുള്ളിയുടെ ഭാര്യ, അതിനുശേഷം ഔസേപ്പ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട് പുള്ളിക്ക്. ഔസേപ്പേ, എന്തു പറ്റിയടോ തനിക്ക്? അമ്മയും ഒരു നല്ല മോനും ഇല്ലേ തനിക്ക്? താൻ ഓടി നടന്ന കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആളല്ലേ അല്ലേ? തനിക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവും നമുക്കില്ല. എന്തിനും നമുക്ക് പരിഹാരമുണ്ട്. സാറില്ലാതെ പറ്റണില്ല. സി ദ റിപ്പോർട്ട് ഈസ് എക്സ്പെക്റ്റഡ്. വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ഫാദറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ വിഷം റബ്ബറിനൊക്കെ അടിക്കുന്ന മരുന്ന്, ആൻഡ് ഇറ്റ്സ് ഹൈലി ടോക്സിക്. അത് ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി തേനിൽ ചാലിച്ചാണ് കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി, ഈ കേസിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആകും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ആക്ച്വലി ഇറ്റ് ഈസ് ഷോക്കിംഗ്. സി ദ കോസ് ഓഫ് ഡെത്ത്. ഈ പറഞ്ഞ വിഷം തന്നെയാണെങ്കിലും ആസ് പെർ ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ ക്വാണ്ടിറ്റി ഓഫ് സ്പെർം അയാളുടെ സ്റ്റൊമക്കിലുണ്ടായിരുന്നു. ഐ തിങ്ക് ഹി മൈറ്റ് ഹാവ് ഡൺ ആൻ ഓറൽ സെക്സ് ബിഫോർ ഡെത്ത്. വാട്ട്? സി എക്സാക്ട്ലി ദ സെയിം ഷോക്ക് ഫോർ മീ ആൾസോ. കുറച്ചു മുമ്പ് ഞാനും ഈ കാര്യം പറഞ്ഞ് ടെൻഷനായി. ഇത് ഫോഴ്സ്ഡായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇഫ് സോ ഇറ്റ് വിൽ ബി ക്ലിയർ റൂട്ട് ഫോർ യു ഗൈസ് ടു ഫൈൻഡ് ദ റൈറ്റ് വൺ. ഐ മീൻ ദ റൈറ്റ് വൺ. ഓക്കെ, താങ്ക് യു സർ. ഒരു മിനിറ്റ്. ഈ റിപ്പോർട്ട് ഇതുവരെയും കോൺഫിഡൻഷ്യലാണ്. ഇത് പുറത്തു വന്നാലുള്ള കോൺസിക്വൻസസ് അറിയാമല്ലോ. ഇറ്റ് ഈസ് ഹൈലി കോൺട്രവേഴ്ഷ്യൽ. ഒരാൾ കാരണം ഒരു മതം മുഴുവൻ വ്രണപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഇതുവരെ ഈ റിപ്പോർട്ട് കോൺഫിഡൻഷ്യലാണ്. നൗ ഇറ്റ്സ് അപ് ടു യു. ഡോക്ടർ പറഞ്ഞതിനും കാര്യമുണ്ട് സാർ. ഈ ഇടവകക്കാരുടെ മുമ്പിലെല്ലാം നല്ല പിള്ള ചമയെങ്കിലും ഈ അച്ഛനാണത്ര നല്ല പിള്ള ഒന്നും അല്ലേ സാർ? എനിക്കറിയാം. നൗ കം ടു ദ പോയിന്റ്. ഈ കേസിലെ കപ്പ്യാറുടെ മൊഴിക്ക് വളരെ ഇമ്പോർട്ടൻസ് തൽക്കാലം പുറത്താരും അറിയണം. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ്ഡ് ഓറൽ സെക്ഷനുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല. അതെ സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ടൈം ഓഫ് ഡെത്ത്. രണ്ടാമത്തെ കാര്യം, കപ്പ്യാറുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ സമയത്ത് ഫാദറിനെ കാണാൻ വന്ന എഡ്വിൻ. എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആ പണിക്ക് കൊണ്ടുവന്ന കൂടെയല്ലേ ഒരു കുപ്പി ഉണ്ടല്ലോ, അതെടുക്കല്ലേ? ഉഗ്രം വിഷ, നമ്മുടെ റബ്ബറിനടിക്കാനുള്ള മരുന്നാ. ചെറുക്കനൊക്കെ ഉള്ളതാ, എടുത്ത് മാറ്റി വെച്ചേക്കണം. ഞാനൊന്നും എടുക്കത്തൊന്നുമില്ല. എന്നാലും അവരുടെ ഒരു കാര്യേ, എത്ര നേർച്ചയും വഴിപാടും ചെയ്തിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായേ. കഷ്ടമായിപ്പോയി. എന്നാലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതെ അതെ. അല്ലേ, കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണ്ടേ? അത് മുഴുവനും തീർക്കരുത്, വൈകിട്ട് അത്താഴം കഴിക്കാനുള്ളതാ.
പക്ഷേ എഡ്വിൻ ചെയ്യുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല സർ. ഈ ഫാദർ ഒളിഞ്ഞും മറിഞ്ഞും ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ പല കുടുംബങ്ങൾ അവിടെ അനാഥമായിട്ടുണ്ട്. അതോടുകൂടി അവൻ്റെ കുടുംബത്തെ ബാധിക്കുന്നു കണ്ടപ്പോൾ മേ ബി ഇറ്റ്സ് മോർ ദാൻ ഹി കുഡ് വെയിറ്റ്. സാറയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതേ വിഷമാണ്. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ ഒരു സൂയിസൈഡ് ആണെന്ന് പറയാൻ പറ്റുമോ? സാറ് പറഞ്ഞു വരുന്നത് എഡ്വിൻ കപ്പേരോട് പറഞ്ഞത് തന്നെ, അമ്മയോട് തോന്നിയ വിരോധം അതൊരു സ്ട്രോങ് റീസൺ തന്നെയാണ് ഫോർ എനിവൺ ടു കമ്മിറ്റ് എ ക്രൈം. മരിക്കുന്നതിന് മുമ്പ് ഈ സാറ് പ്രഗ്നന്റ് ആയിരുന്നില്ല. ഇതാർക്കാ? ഇതെന്റെ സാറാമോക്കാടാ പൊളിക്കുന്നത്. നീ ഇത് കളിക്കാൻ പോകുന്നില്ലേ? കളിക്കാൻ പോയിരുന്നു. ആ പോയോ? നല്ല മധുരം അമ്മയ്ക്കുണ്ടായി കൊടുക്കേ. മഴ വരുന്നു, ഞാൻ പോയി തുണി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ആ ശരി. അമ്മച്ചി അപ്പുറത്ത് തുണി എടുക്കാൻ പോയി. മഴ വരുന്നുണ്ട്. ബാക്കി മോൻ കഴിച്ചു. മോനെ, അമ്മയ്ക്കൊരു തലവേന പോലെ. അമ്മ കുറച്ചേരം പോയിന്ന് കിടക്കട്ടെ. മോൻ ഇതൊന്ന് നോക്കണേ. അമ്മച്ചി വരുമ്പത്തേനൊന്ന് ഏൽപ്പിച്ചേരും. ശരി. അമ്മേ, എന്താ മോനെ? അമ്മ എന്തു പറ്റി മോനെ? മോളെ സാറേ, സാറേ, അയ്യോ എന്റെ മോള്. സാറപ്പ ഈ കുഞ്ഞ് ഫാദർ, കർത്താവിനെ പോലും പരീക്ഷിക്കാൻ ഇറങ്ങിയ സാത്താന്റെ പുതിയ രൂപം. സാർ, ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പെൺകുട്ടി അതൊരു പക്ഷേ സൂയിസൈഡ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ സാറയുടെ കാര്യത്തെ കുറച്ച് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ സാർ? നമ്മളിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ക്രൈം ചെയ്തത് കുട്ടിയാണെന്നോ, അതോ ഇടവകയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന ഫാദർ കുറ്റക്കാരനാണെന്നോ? സാർ അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചാണെങ്കിൽ ഒരു ക്രൈം ചെയ്തതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യാനുണ്ടായ കാരണവും. അതെ സാർ. അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഏതൊരാളും ചെയ്യുന്ന കാര്യമേ അവൻ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റിസിബിൾ. സഫറിങ്സ് അതിനും ഒരു ലിമിറ്റുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ കേസിലൊരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. കൂടിപ്പോയ വിശ്വാസികളെല്ലാം ചേർന്ന് അച്ഛനെ ഒരു പുണ്യാളനാണ്. അതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സാക്ഷികൾ കണ്ണടക്കി, നിയമം കണ്ണടക്കി, ഇപ്പോൾ ദൈവം പോലും കണ്ണടക്കി. ഇത്രയും കാര്യങ്ങൾ ഫാദർ ചെയ്തു കൂട്ടിയിട്ട് മരണാനന്തര ക്രൈസ്തവ ബഹുമതികൾ കൂടെ കൊടുക്കും. അതും കൂടെ നമ്മൾ കാണണം. സോ നൗ ഐ മേക്ക് ഇറ്റ് ക്ലിയർ. മരണപ്പെട്ട സാറ, ആ പെൺകുട്ടി, പിന്നെ ഫാദർ, ഇവരാരും മരണപ്പെട്ടതിൽ ഒരു അസ്വാഭാവികതയുമില്ല. സൂയിസൈഡ് ഓർ പേഴ്സണൽ റീസൺസ്. ഷുവർ സർ. ഇത് നമ്മുടെ നിയമം അനുസരിച്ചല്ല, ഞാൻ അനുവദിക്കുന്ന നീതിയാണ്. ജസ്റ്റിസ് നോട്ട് ഓൾവേസ് ലോഫുൾ. ഓക്കെ? ശരി സർ. അല്ലെങ്കിൽ ഇവനെപ്പോലുള്ളവനൊക്കെ ചാകുന്നത് നല്ലത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവനത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ അച്ഛൻ, ഹീസ് എ ബ്ലഡി ഫെഡ് ഓഫ് ഫൈൻ. പിന്നെ അച്ഛൻ്റെ മരണം ആത്മഹത്യയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ശരിയാണ് സർ. അതിന് വേണ്ടുന്ന തെളിവെന്താണെന്ന് വെച്ചാൽ താൻ റെഡിയാക്കിക്കും. നാട്ടുകാരുടെ വായടപ്പിക്കാനത്. പിന്നെ ഇയാളുടെ കൂപ്പിലെ മരണം കാരണം നാട്ടുകാർക്കും ഗുണമുണ്ട്. അവറാച്ചൻ്റെ ഷാപ്പൊക്കെ നാട്ടുകാർ തന്നെ കയറി താർത്തിട്ടു.
നമ്മൾ ബലം കൊടുക്കായിരുന്നു. അതെ സാർ, സത്യത്തിൽ ഇവനെ പോലുള്ളവനൊക്കെ കൂടിയാ ഈ നാടിനെ നാട്ടുകാരെ നശിപ്പിക്കുന്നത്. അതെ, പിന്നെ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ശരി. മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. വാ വാ.